രാഹുൽ ഗാന്ധിയുടെ അസാധാരണമായിട്ടുള്ള വീഴ്ചയാണ്. അനുരാഗ് ഠാക്കൂർ പറഞ്ഞതുപോലെ 94 ഞാൻ എണ്ണി നോക്കിയപ്പോൾ 95 പരാജയങ്ങൾ രാഹുൽ ഗാന്ധിക്ക് ചെറുതും വലുതുമായി വിവിധ സംസ്ഥാനങ്ങളിലും ജനറൽ ഇലക്ഷനുമായിട്ട് നേരിട്ടിട്ടുണ്ട്. ഏറ്റവും ദയനീയമായ കാഴ്ച, വോട്ട് ചോരിയുമായി പോയ 100 മണ്ഡലങ്ങളിൽ ഒരിടത്തു പോലും കോൺഗ്രസ് വിജയിച്ചില്ല. വോട്ടധികാർ യാത്ര നടത്തിയ 100 മണ്ഡലങ്ങളിലും സംപൂജ്യനായി പോയി എന്നുള്ളതാണ്. അത് രാഹുൽ ഗാന്ധിക്ക് ഏറ്റവും വലിയ തിരിച്ചടിയാണ് എന്നുള്ളതാണ്. അപ്പോൾ രാഹുൽ ഗാന്ധി വോട്ട് ചോരി, വോട്ടധികാർ യാത്രയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങൾ വരിക, കുളത്തിൽ ചാടിയാൽ വോട്ട് കിട്ടില്ല, അത് ജനങ്ങളുടെ അടുത്ത് നിൽക്കുക എന്നുള്ളതാണ്. അത് ഇനി രാഹുൽ ഗാന്ധി ചിന്തിക്കേണ്ട വിഷയമാണ്. അതിനെ SIR മാത്രമായി മുന്നിൽ നിർത്തി പ്രതിരോധിക്കാൻ കഴിയുമോ എന്നുള്ള വലിയ ചോദ്യം നമ്മുടെ മുന്നിലുണ്ട്. അത് രാഹുൽ ഗാന്ധി ഒരുപാട് എഫേർട്ട് എടുത്തു, അതേപോലെ പ്രശാന്ത് കിഷോർ എഫേർട്ട് എടുത്തു. 5000 കിലോമീറ്റർ നടന്നു, ആ നടത്തം പാഴായി. വോട്ടധികാർ യാത്രയിൽ നടന്ന യാത്രയും പാഴായി ാണ് മനസ്സിലാക്കുന്നത്. BJPക്ക് ഒരു പുതിയ നരേറ്റീവ് വേണം, ഒരു പുതിയ ആഖ്യാനം വേണം. ജനങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് ജനങ്ങളുടേതായ രാഷ്ട്രീയം സംസാരിക്കുന്ന ഒരു നേതാവിനെയാണ് അവർ വിശ്വസിക്കുന്നത്. അതാണ് നിതീഷ് കുമാറിൽ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ ടേക്ക്. അത് കോൺഗ്രസിന് ഇല്ലാതെ പോയതിൻ്റെ, ആ നായകത്വം ഇല്ലാതെ പോയതിൻ്റെ ലക്ഷണമായിരുന്നു. 11 ഇടങ്ങളിലാണ് അവർ പരസ്പരം പോരടിച്ചത്. 5 ഇടങ്ങളിൽ RJDയുമായിട്ട് ഫൈറ്റ് ചെയ്യൂ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഏതെങ്കിലും ഒരു മുന്നണിയിൽ ഇത് സംഭവിക്കുമോ?